POK എന്ന് ഇന്ത്യയുടേതായി ചേരും എന്നുള്ള ഒരു സംസാരം അന്തരീക്ഷത്തിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് എല്ലാവരും വിചാരിച്ചു ഇപ്പോൾ തന്നെ അറ്റാച്ച് ചെയ്യും ഇന്ത്യയോട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി ആഫ്രിക്കയിൽ പോയിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് പറയുകയാണ്, POK നമ്മുടേതാണ്, അതിൽ സംശയമൊന്നും വേണ്ട, പക്ഷെ അത് സ്വയമേവ ഇന്ത്യയോട് ലയിച്ചു ചേരുന്ന അവസ്ഥയിലേക്ക് എത്തും. അതായത് ഇന്ത്യ കാത്തിരിക്കാൻ തയ്യാറാണ്, അതിനുള്ള സാഹചര്യങ്ങൾ ചുറ്റും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ശരിയാണ്. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് രാജ്നാഥ് സിംഗ് പറഞ്ഞ ഒരു കാര്യം, POK ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി നിർബന്ധിതമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്തുമോ എന്ന ചോദ്യത്തിന് അങ്ങനെയില്ല എന്ന് 5 വർഷം മുമ്പ് പറഞ്ഞിരുന്ന. കാരണം ഇന്ത്യയുടെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ POK. പക്ഷേ പാക് അധീന കാശ്മീർ എന്ന പേരിൽ അതറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു ഭാഗമായിട്ട് തന്നെ നിൽക്കേണ്ട ഒരു പ്രവിശ്യയാണത്. അത് സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ കൂടെ വന്നു ചേരുന്നതാണ് അവിടുത്തെ ജനങ്ങൾക്കും അതേപോലെ തന്നെ ഇന്ത്യക്കും നല്ലത് എന്ന ദീർഘവീക്ഷണമാണ് അത് നമ്മളുടേതായി സ്വമേധയെ വന്നു ചേരും എന്ന് പറയുന്ന പ്രഖ്യാപനത്തിനകത്ത് ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാണിപ്പോൾ. അവർക്ക് പാകിസ്ഥാൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിൽ സമാധാനപൂർണമായ സുരക്ഷിതമായ അതേപോലെ തന്നെ എല്ലാ ജീവിത ആവശ്യങ്ങളും സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത വ്യവസ്ഥ സാധ്യമല്ല എന്നവർ പതുക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ അവരുടെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ആ കലാപ ശബ്ദങ്ങളിൽ നിന്ന് ഇന്ത്യ വായിച്ചെടുക്കുന്നൊരു കാര്യം, ഈ കലാപം കുറേ കഴിയുമ്പോൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവർ ഇന്ത്യയുടെ കൂടെ ചേരാനായിട്ടുള്ള ആഗ്രഹപ്രകടനം നടത്തും. കാരണം ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയും പാകിസ്ഥാൻ താർന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. പാക് ഭരണകൂടത്തിൻ്റെ മോശമായിട്ടുള്ള സമീപനത്തിൻ്റെ ഫലമായി ഒന്നും പട്ടാള ഭരണകൂടമാണ്. ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു കാഴ്ചപ്പാടും അവർക്ക് എടുക്കേണ്ടതില്ല. പട്ടാളത്തിന് എന്ത് തോന്നുമോ അത് പട്ടാളം ചെയ്യും. ആ പട്ടാള അധിനിവേശ പ്രദേശത്ത് ജീവിക്കുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ആവശ്യത്തിന് കാതു കൊടുക്കാൻ ഒരു ഭരണാധികാരിയും ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ മറിച്ചാണ്. ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുകയാണ്. ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ആ ഗവൺമെൻറ് ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കാതുകൂർപ്പിക്കാൻ തയ്യാറില്ല എങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരെ പുറത്തിരുത്താനായിട്ട് കഴിയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് മാറി മാറി നിരവധി സർക്കാരുകൾ ഇന്ത്യക്ക് ഭരണം നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ജനാധിപത്യത്തിൻ്റെ ഊർജം സൂചിപ്പിക്കുന്ന ഒന്നെന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇച്ഛകൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അത് സാക്ഷാത്കരിക്കുന്ന ഭരണകൂടത്തിനോട് ജനങ്ങൾക്ക് പ്രതിപത്തി ഉണ്ടാകും, താല്പര്യമുണ്ടാകും. POKയിലെ ജനങ്ങൾക്കിപ്പോൾ അതില്ല. അവർക്ക് അവരെ ഭരിക്കുന്ന ഭരണകൂടത്തിനോട് വിപ്രതിപത്തിയാണുള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ള ഒരു ആഗ്രഹപ്രകടനം അവർ കുറേശ്ശെയായിട്ട് സൂചിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇത് വളർന്ന് വികസിച്ചാൽ രാജ്നാഥ് സിംഗ് ചിന്തിക്കുന്നത് പോലെ കാലക്രമത്തിൽ POK ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയിൽ ലയിച്ചു ചേരും. അതാണ് അവർക്ക് ആ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് അവർക്ക് തോന്നിയാൽ അതങ്ങനെ പരിസമാപ്തിയിലെത്താനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ POK ഇന്ത്യയിലേക്ക് ചേരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് തോന്നുന്നത്, അവിടെ എല്ലാ ജനങ്ങളും സാധാരണ ജനങ്ങളല്ല, അവിടെ വിഘടനവാദികളും ഭീകരവാദികളും ഒക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു അറ്റാച്ച് ചെയ്യൽ എന്ന് പറയുമ്പോൾ ഇവരെ നമ്മളെ ഏറ്റെടുക്കുമ്പോൾ ഇത്രയും പേരെ ഉൾക്കൊള്ളുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വിഘടനവാദികളെ കൂടി നമ്മൾ തരംതിരിച്ചിട്ട്, അതായത് ഒരു അരിച്ചെടുക്കുക എന്ന് പറയുന്നത് പോലെ സാധാരണക്കാരെ നമുക്ക് ഏറ്റെടുക്കുകയും ഈ വിഘടനവാദികളെ അവിടെ മാറ്റുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലൊരു ഏറ്റെടുക്കൽ, ഇനിയിപ്പോൾ സ്വയമേവ ഇവർ വരികയാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ വിഘടനവാദികളെയും ഭീകരവാദികളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ഭാഗം ഏറ്റെടുക്കാൻ സാധിക്കും? അല്ല, നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അത് സങ്കീർണമായിട്ടുള്ള വിഷയമായി മാറുന്നത്. പക്ഷെ സ്വയമേവ അവർക്ക് വരാനായിട്ട് ആഗ്രഹം ഉണ്ടാവുകയും അവർ വരികയും ചെയ്താൽ ഈ വിഘടനവാദികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ അധിനിവേശം നടത്തി നമ്മളുടെ ഭാഗമാക്കി മാറ്റിയാൽ അവിടുത്തെ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ആരുടെയും അധിനിവേശം അംഗീകരിക്കുന്ന സ്വഭാവം ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് അവർ അതിനെ എതിർക്കാൻ കൂടുതൽ കരുത്ത് കാണിക്കും. അവരോടൊപ്പം വിഘടനവാദികൾ ചേരുകയും അത് നമുക്ക് എക്കാലത്തേക്ക് ശല്യമായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു താല്പര്യവും ഇന്ത്യൻ ഭരണകൂടം കാണിക്കാത്ത. പക്ഷേ പുറത്ത് ഇപ്പോൾ BJP പ്രവർത്തകരൊക്കെ അതിശക്തമായിട്ട് അത് ഏറ്റെടുക്കണം എന്ന് പറയുന്നവരാണ്. അത് അവർക്ക് അതിൻ്റെ
ദീർഘകാല പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്തതിൻ്റെ പേരിലും അത് പിടിച്ചെടുക്കേണ്ടത് ഒരു ആവശ്യമാണെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം നടത്തുന്ന പ്രസ്താവനകളാണ്. പക്ഷേ ഭരണകൂടം അങ്ങനെയല്ല അതിനെ കാണുന്നത്. അവർ സമചിത്തതയോടെ അത് കണ്ടേ പറ്റൂ. കാരണം അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയർന്നു വരുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് എങ്ങനെയാണോ നിർബന്ധപൂർവ്വം ഏറ്റെടുത്തത് അതേപോലെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയും പലപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ പല സ്ഥലങ്ങളും നമുക്കറിയാം. അഫ്ഗാനിൽ റഷ്യ അധിനിവേശം നടത്തിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അമേരിക്ക അധിനിവേശം നടത്തി. പക്ഷേ നിരന്തരമായിട്ട് അവിടുത്തെ ആളുകൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയും അവസാനം അവരെല്ലാവരും പുറത്തു കളയുകയും ചെയ്തു. എപ്പോഴും എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ വരട്ടെ എന്ന് പറയുന്ന നിലപാട് വളരെ ന്യായമായ നിലപാടാണ്. അതേപോലെ സമചിത്തതയുള്ള നിലപാടാണ്. ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുള്ള നിലപാടാണ്. അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗിൻ്റെ ആ പ്രസ്താവന പ്രസക്തമായിത്തീരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്, രാജ്നാഥ് സിംഗ് പറഞ്ഞു എന്ന് പറയുമ്പോഴും അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു ഇതാണല്ലോ, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ അത്തരം ഒരു ഇത് വരില്ല. ഇപ്പൊ മാഷ് പറഞ്ഞല്ലോ, BJP പ്രവർത്തകർ പറയുമ്പോൾ അവരൊരു ആവേശത്തിന്റെ പുറത്തായിരിക്കാം അത് പറയുന്നത്. അവരൊരു ദീർഘവീക്ഷണത്തോടുകൂടി ഈ കാര്യങ്ങളെ നോക്കി കാണുന്നുണ്ടാവില്ല. ഇപ്പൊ മാഷ് പറഞ്ഞതുപോലെ തന്നെ വരികയാണെങ്കിൽ സിന്ധ് പ്രവിശ്യയിലൊക്കെ ഭാരതത്തോട് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോൾ തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ. പിന്നെ ഇവർ നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയതിനു ശേഷം അവിടെ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ കൂടി ഈ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടാവും. അപ്പൊ അവര് വളരെ സ്വതന്ത്രമായി ആയാസരഹിതമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരുടെ ജീവിത നിലവാരം ഉയരുന്നു. അവർ മറ്റുള്ളവരെക്കാൾ അടിച്ചമർത്തപ്പെട്ട് ഭീകരവാദികൾക്ക് സഹായം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായി തങ്ങൾക്ക് ഇതിനു മുമ്പേ ജീവിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവിടെയുള്ളവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന പ്രവിശ്യയിൽ POKയിലുള്ളവരും കാണുന്നുണ്ടാകാം. അപ്പൊ അതുകൂടി ഇതെല്ലാം കണ്ടുകൊണ്ട്, അതായത് ഒരു തരത്തിൽ അസൂയാവഹമായിട്ടുള്ള മാറ്റങ്ങൾ ഇവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ ഈ സാധാരണക്കാരന് ഉണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ, അവനനുഭവിക്കുന്നുണ്ട്, നമുക്കും ഇതാകാമായിരുന്നു എന്നുള്ള ഒരു തിരി കൂടി അല്ലെങ്കിൽ ഒരു കൊളുത്തുകൂടി നമ്മൾ ഇട്ടുകൊടുക്കുന്നില്ലേ? അല്ല, ഈ ഭീകരവാദത്തിനും വിഘടനവാദത്തിനുമെതിരെ എപ്പോഴും കൈക്കൊള്ളാവുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വലിയ വികസനങ്ങൾ കൊണ്ടുവരികയാണ്. ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് വികസനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം ഈ ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയെങ്കിലും അവർ സംസ്ഥാന പദവിയിലേക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ അടിയന്തരമായി കൊണ്ടുവരേണ്ട ഒരു കാര്യം അതാണ്. സംസ്ഥാന പദവിയിലേക്ക് കൂടി അവരെത്തുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അവരുടെ ഒരു സ്വാശ്രയത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്നുവെച്ചാൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ജനതയുടെ ഐഡൻറ്റിറ്റിക്ക് കൂടുതൽ പ്രസക്തി ലഭിക്കും. അപ്പോൾ അങ്ങനെയും കൂടി ആക്കിയ സമയത്ത് ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ഭരണ വ്യവസ്ഥയിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് വരും. ഇത് കണ്ടാൽ POKയിലെ ആളുകൾക്കും അങ്ങനെ ആയിത്തീരണം എന്ന ആഗ്രഹമുണ്ടാകാം. എനിക്ക് തോന്നുന്നത് ഈ മൊറോക്കോയിലെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭ്യമാകുന്ന വാർത്ത എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മൊറോക്കോയിൽ ഇന്ത്യയുടെ ഒരു പ്രതിരോധ യൂണിറ്റ് അല്ലെങ്കിൽ പ്രതിരോധ ആയുധ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നു. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതും വളരെ വ്യത്യസ്തമായ നമ്മുടെ ഒരു പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. കാരണം മുൻപില്ലാത്ത തരത്തിൽ നമ്മൾ വൻ ശക്തികളോടൊപ്പം നിന്ന് മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ ചെന്ന് നമ്മളുടെ സൈന്യ ബേസ് നിർമ്മിക്കുന്ന പോലെ നമ്മളുടെ പ്രതിരോധ യൂണിറ്റും നിർമ്മിക്കുന്നു. നമ്മൾ ആയുധ കച്ചവടത്തിലേക്ക് കിടക്കുന്നു. അതിൻ്റെ നല്ലതും ചീത്തയായ വശങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷേ ഈ ശാക്തിക ചേരികളുടെ ബലാബലങ്ങൾ അളന്ന് പരിശോധിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറുക എന്നത് ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഈ മൊറോക്കൻ സന്ദർശനവും അതേപോലെ തന്നെ അവിടുത്തെ ഈ പ്രതിരോധ ആയുധ നിർമ്മാണ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല അവിടുത്തെ ജനങ്ങളോട് രാജ്നാഥ് സിംഗ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപജീവനത്തിന് വേണ്ടിയാണ് മൊറോക്കോയിൽ എത്തിയിരിക്കുന്നത്. ഈ ഉപജീവനത്തിന് വേണ്ടി മൊറോക്കോയിൽ എത്തിയിരിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം 2 ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, നല്ല രീതിയിൽ ജോലി ചെയ്ത് ആ ജോലി നിർവഹണത്തിൽ അവർക്ക് 100 മാർക്ക് വാങ്ങുക എന്നുള്ളത്. രണ്ടാമത്, മറ്റൊരു രാജ്യത്ത് ചെന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ആ രാജ്യത്തോട് നാം കാണിക്കേണ്ട മര്യാദയും ബഹുമാനവും നിലനിർത്തണം എന്നതും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലുണ്ടായിരുന്നു എന്നുള്ളത് ശ്ലാഘനീയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.